കടലമ്മ കനിയുന്നതിന്റെ സന്തോഷത്തിലാണ് ബോട്ടുടമകളും മത്സ്യ കയറ്റുമതി സ്ഥാപനങ്ങളും. 3-4 ദിവസം വലവലിക്കുന്ന ബോട്ടുകൾ ഒരു ദിവസത്തെ മാത്രം മത്സ്യബന്ധനത്തിന് ശേഷം ലക്ഷങ്ങളുടെ ചരക്കുമായാണ് മടങ്ങിയെത്തുന്നത്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് കൊല്ലത്തെ ബോട്ടുടമകൾക്ക് കുറഞ്ഞത് 60 ടൺ ചെമ്മീനെങ്കിലും ലഭിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ചാകരക്കൊയ്ത്ത് ജൂൺ 14 അവസാനിക്കുന്നതിന്റെ നിരാശയിലാണ് ബോട്ടുടമകൾ. ഇതേ സമയത്ത് വൻ ഫാക്ടറി കപ്പലുകൾ ഇവിടെ വന്ന് ഈ മത്സ്യങ്ങളെല്ലാം കൊള്ളയടിച്ചിട്ടുണ്ട്. ടൺ കണക്കിന് നാരനാണ് ഇവിടെ കിട്ടിയ ബോട്ടുകൾക്കെല്ലാം. ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് നാരനും പൂവാലിനും. ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം നാരൻ കിട്ടാൻ തുടങ്ങി 3-4 ദിവസം കൊണ്ട് നാരൻ കിട്ടും. നാരൻ ചെമ്മീൻ ബോട്ടുകൾ കിട്ടും. ഇത് വിലപിടിപ്പുള്ള ചെമ്മീനാണ്. അതിനോടൊപ്പം പൂവാലും ചെമ്മീനും ഈ വർഷം ധാരാളം കിട്ടി. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനത്തിന്റെ ഗുണം ലഭിക്കുന്നത് ഈ രംഗത്തെ കുത്തകകൾക്കാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ട്രോളിംഗ് നിരോധനം ആർക്ക് വേണ്ടിയാണോ അത് അവർക്ക് തന്നെയാണ് ഇപ്പോഴും. അതായത് കപ്പലുകാർക്ക് ഈ സമയങ്ങളിൽ ഇവിടെ ബാൻ ചെയ്യുകയും കപ്പലുകാർ വളരെ വിശാലമായ രീതിയിലാണ് മത്സ്യബന്ധനം നടത്തുന്നത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 45 ദിവസത്തെ വറുതിക്ക് മുമ്പുള്ള കടലമ്മയുടെ ദാനമാണ് ചാകരക്കൊയ്ത്ത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.